ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേസരിയാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. ദീപാവലിക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് കേസരി ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കേസരി എപ്പോഴും നല്ലപോലെ നെയ്യിലുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ എനിക്കത്ര നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ നെയ്യിലൊപ്പം തന്നെ കുറച്ച് ഓയിലും ഒഴിക്കുന്നുണ്ട്. പക്ഷെ നെയ്യ് തീരെ ഒഴിക്കുന്നില്ല എന്നല്ല പറയണത്, നെയ്യ് ഒഴിക്കുന്നുണ്ട്, പക്ഷെ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. എനിക്കത്ര നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണമാണിത്. അപ്പോൾ നമുക്ക് ആദ്യം കേസരിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്നായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ എക്സ്ട്രാ നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നെയ്യ് നല്ല ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ചൂടാക്കി എടുത്താൽ മതി. ഇതിൻ്റെ കളർ മാറരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, പെട്ടെന്ന് ചിലപ്പോൾ ചൂടായിട്ട് കളറൊക്കെ മറിഞ്ഞിരിക്കും. അപ്പോൾ ഈ 2 ഫ്ലെയിമിൽ ഇതിനിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ റവ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ലപോലെ ചൂടാക്കി എടുത്താൽ മതി, കളറൊന്നും മാറരുത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്താലും ഞാനിത് ഒരു പ്ലേറ്റിലേക്കാണ് പകർത്തി വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെയിം പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പാൻ നല്ലപോലെ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റവ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലപോലെ ചൂടായിട്ട് അതിൻ്റെ കളറൊക്കെ മാറിഞ്ഞിരിക്കും. അപ്പോൾ കേസരിക്ക് ആ ഒരു ഭംഗിയും ആ ഒരു പെർഫെക്ഷനും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റിലേക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കേസരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് കപ്പ് കൊണ്ടാണ് റവ എടുത്തിട്ടുള്ളത് ആ കപ്പ് കൊണ്ട് 3.5 കപ്പ് വെള്ളം. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ 3.5 കപ്പ് വെള്ളം എന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളമാണ്. അത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ചെയ്യാം. നോർമൽ വാട്ടർ ആകുമ്പോൾ തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യണം. അത്ര തന്നെ ഉള്ളൂ അതിൻ്റെ ഡിഫറൻസ്. ഇത് പെട്ടെന്ന് ആവാനായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഫുഡ് കളർ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. ഫുഡ് കളർ എന്ന് പറയുമ്പോൾ അത്രയും നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെയ്യണത്. ഇതിലേക്ക് 3 ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കാം. കേസരിക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കായ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള റവയിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റവ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ റവ നല്ല പോലെ വെന്ത് വരണം. അതുകൊണ്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ റവ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നെയ്യ് കഴിക്കുന്നവരാണെങ്കിൽ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് വരില്ലേ, അപ്പോൾ ആ ടൈമിൽ വേണം നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ആവാം. 2 ടീസ്പൂൺ വരെ ആയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് നെയ്യിലുണ്ടാക്കേണ്ട സ്വീറ്റാണ് ശരിക്കും. എന്നാൽ ഇതിൽ തീരെ നെയ്യില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിലും ഒപ്പം തന്നെ നെയ്യും കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ശരിക്കും ഒരു 2 കപ്പ് വരെ ആവാം. നല്ല പോലെ മധുരം വേണമെന്നുള്ളവർക്ക് 2 കപ്പ് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്ര മധുരം ഇഷ്ടമല്ല. വീട്ടിലാണെങ്കിലും വലിയ മധുരം കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പോലെ മധുരം വേണ്ടവർക്കാണ് പറഞ്ഞത് 2 കപ്പ്. അല്ലെങ്കിൽ ഒരു കണക്ക് വെച്ചിട്ട് 1.5 കപ്പ് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊന്ന് ലൂസായി വരും. കണ്ടില്ലേ, ഒന്ന് ലൂസായി വന്നിട്ടില്ലേ. നേരത്തെ തീ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. അത് പഞ്ചസാര അരിഞ്ഞപ്പോൾ വരുന്ന മെൽറ്റായി വരുന്നതാണ്. അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ട. ഇത് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും കണ്ട നല്ലപോലെ ടൈറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സമയത്ത് നമ്മൾക്ക് വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ 2 ടീസ്പൂൺ വരെ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും മുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാനിതിലേക്ക് 4.5 ടീസ്പൂൺ നെയ്യും 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം ചെയ്തിട്ടുള്ളത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ്. നമ്മൾ റവ വേവിക്കാനായിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചില്ലേ, അപ്പോൾ തൊട്ടിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. ഫ്ലെയിം അതിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നെയ്യ് ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇതിലേക്ക് ഇനി ഒന്നും ഒഴിക്കണില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ കൂടുതൽ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, എന്നാൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് നെയ്യിലുണ്ടാക്കേണ്ട ഒരു സ്വീറ്റാണ്. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള നെയ്യുടെ ആണെങ്കിലും ഓയിലിൻ്റെ ആണെങ്കിലും അളവിനേക്കാളും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ നെയ്യൊക്കെ ഞാൻ കുറവ് തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനും കൂടിയാലും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഓയിലിൻ്റെ കണക്ക് ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഒഴിച്ചാൽ മതി. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ കൂടുതൽ നെയ്യോണ്ട് ഉണ്ടാക്കേണ്ട സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് നെയ്യ് തീരെ ഇല്ലാണ്ട് ഉണ്ടാക്കിയാലും ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നെയ്യ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എസെൻസ് ഒഴിക്കാം കേട്ടോ. പൈനാപ്പിൾ എസെൻസോ, അത് നമ്മൾ മഞ്ഞ കളറിന് ഫുഡ് കളർ മഞ്ഞ കളർ ഇടാം. അതുപോലെ തന്നെ പൈനാപ്പിൾ എസെൻസ് ഒഴിക്കാം. അതുപോലെ തന്നെ അങ്ങനെ എസെൻസൊക്കെ നമുക്ക് മാറ്റി ഒഴിക്കാം. പക്ഷെ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. പറഞ്ഞില്ല, ഞാനിപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേസരിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ചട്ടം കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴേ നല്ലപോലെ ഇങ്ങനെ ഇത് സോവ് കണ്ടില്ലേ, ഇതുപോലെ വരണം. അപ്പോൾ ഇങ്ങനെ വന്നാലാണ് ശരിക്കും ഇത് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കണ്ടില്ലേ, കാണും നല്ല മിനിമിനിപ്പും ഒക്കെ ഇങ്ങനെ വരണം. അത്രയേ ഉള്ളൂ, നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.